ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഈ വേദിയിൽ നല്ല ഉപദേശവും നസീഹത്തും ചെയ്തു തന്ന വന്യരായ ബഹുമാനപ്പെട്ട ഹക്കീം ഹസേരി ഉസ്താദ് അടക്കമുള്ള വേദിയിലുള്ള എല്ലാ ഉലമാക്കൾ, സാദാത്തുക്കൾ, നാട്ടു നേതാക്കന്മാർ, നല്ലവരായ മുഹ്മിനീങ്ങൾ, മുഹ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ ഖുതുബുസ്സമാന സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി മഹാനവറുകളുടെ ഈ ദർബാറിൽ പാവപ്പെട്ട എന്നെയും നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം നമ്മുടെ എല്ലാവരുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആ മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾ, ബേജാറുകൾ, പ്രയാസങ്ങൾ, കുടുക്കുകൾ, കഷ്ടങ്ങൾ അള്ളാഹു എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. മഹാനവറുകളുടെ ദർബാറിലേക്ക് ഇന്ന് വരുന്നു എന്ന് പറയുമ്പോൾ പല വ്യക്തികളും ദുആർക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അതിൽ പലരും ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തികളുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ ജ്യേഷ്ഠത്തെയും കൂടിയായ, കുറച്ച കാലം എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ജ്യേഷ്ഠത്തി ഹോസ്പിറ്റലിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആജിലായ ശിഫ നൽകുമാറാകട്ടെ. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും അല്ലാഹ് ശിഫ നൽകി ദീർഘ ആയുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള മഹാന്മാരുടെ ദർബാറിൽ ഒരുമിച്ച് കൂടുക, അവിടെ വന്ന് ബർക്കത്തെടുക്കുക, മഹാനുമായുള്ള ബന്ധം പുലർത്തുക എന്നുള്ളത് അത് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെ വിജയമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നു കൂടിയത്. ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് ദുആർന്ന് നമുക്ക് ഇവിടുന്ന് പിരിയാം. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. വേണ്ടതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ നമുക്ക് നല്ല നല്ല പഠിക്കാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ സംസാരിച്ചു തന്നു. അള്ളാഹു ഉസ്താദവർകൾക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന് ജീവിക്കുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് എന്നുള്ളത്. ബർക്കത്തില്ലാത്ത ജീവിതം അത് ഒരിക്കലും വിജയകരമല്ല. അതിനു വേണ്ടിയാണ് നാം എല്ലാവരും പ്രഭാത സമയത്ത് യജമാനനായ റബ്ബിനോട് രണ്ട് കൈ ഉയർത്തി ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. ഞങ്ങൾക്ക് നീ തന്നതിൽ ബർക്കത്ത് ചെയ്യണമെന്ന് എല്ലാ വ്യക്തികളും പ്രഭാത സമയത്ത് ദുആർക്കാനുണ്ട്. ഈ ബർക്കത്ത് എന്ന് പറയുമ്പോൾ ചില വ്യക്തികളിൽ ബർക്കത്തുണ്ട്, ചില നാട്ടിൽ ബർക്കത്തുണ്ട്, ചില മഹല്ലുകളിൽ, ചില സ്ഥാപനങ്ങളിൽ, ഇങ്ങനെ പല ബർക്കത്തുള്ള ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. ആ ബർക്കത്തുള്ള കൂട്ടത്തിൽ പെട്ടതാണ് മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങൾ താമസിക്കുന്ന ഈ ഉള്ളാളം. കാരണം ഒരു നാട്ടിൻ്റെ ബർക്കത്ത് ഒന്നിരിക്കലും ആ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വ്യക്തിനെ കൊണ്ട്, അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന വലിയ ഒരു മഹാനെ കൊണ്ട് ഒരു നാട് ബർക്കത്താകാനുണ്ട്. അൽഹംദുലില്ലാഹ്, ഉള്ളാളത്തിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് നിലക്ക് വലിയ ബർക്കത്തുള്ള നാടാണ്. ഒന്ന്, മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലമായതുകൊണ്ട് വലിയ ബർക്കത്തുണ്ട്.
അതിൽ പുറമെ ഒരുപാട് കാലം വർഷം മഹാനായ താജുൽ ഉലമ ഈ നാട്ടിൽ ദർസ് നടത്തുകയും ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുകയും ചെയ്ത് ആ നിലക്ക് മഹാനായ താജുൽ ഉലമാന്റെ ജീവിതകാലം കൊണ്ട് ഈ നാട്ടിൽ ബർക്കത്തുണ്ട്. അങ്ങനെ നാടുകളെ കൂട്ടത്തിൽ വലിയ ബർക്കത്തുള്ള നാടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മദീന. അങ്ങനെ ഓരോരോ വ്യക്തികൾക്ക് ബർക്കത്തുണ്ട്. അങ്ങനെ ബർക്കത്തുള്ള വ്യക്തികളെ കൂട്ടത്തിൽ നമുക്ക് കരുതാം മഹാനായ താജുൽ ഉലമ, അതുപോലത്തെ അവിടുത്തെ പുത്രനായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങള്. കാരണം ആ വ്യക്തികളുമായുള്ള ബന്ധം, ആ വ്യക്തികളുമായി ജനങ്ങൾ ഒഴുകുന്നത് കാണുമ്പോൾ ആ വ്യക്തികളെ കയ്യിൽ ബർക്കത്തുണ്ട് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഇന്ന് നമുക്ക് തന്നെ ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളുമുണ്ട് ബർക്കത്തുള്ള ആള്. പക്ഷെ എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമായി ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് വലിയ ബർക്കത്തുള്ള ഒരാളാണ് മഹാനായ സുൽത്താനുൽ ഉലമ. അല്ലാഹു തആല ദീർഘ ആയുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അത് ചെറിയ ബർക്കത്തൊന്നും അല്ല. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ബർക്കത്തുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങൾക്ക് ബർക്കത്തുണ്ട്. ആ കൂട്ടത്തിലും മനസ്സിലാക്കുകയാണെങ്കിൽ അത് മർക്കസുസ് സഖാഫത്ത് സുന്നിയ, വലിയ വലിയ ബർക്കത്തുള്ള സ്ഥാപനങ്ങൾ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ബർക്കത്ത് എന്നുള്ളത് എല്ലാ കാര്യത്തിന്റെ വിജയമാണ്. അതുപോലെ അൽഹംദുലില്ലാഹ് ഈ ഉള്ളാളത്ത് നമുക്ക് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹം രണ്ട് വ്യക്തികളെ കൊണ്ടുള്ള ബർക്കത്ത്. ഒന്ന് മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി, മറ്റൊന്ന് ദീർഘകാലം ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുത്ത മഹാനായ താജുൽ ഉലമ. മഹാന്മാരുടെ ആ മദതും അല്ലാഹു തആല നമുക്കും നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് അല്ലാഹു നിലനിർത്തി തെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് മഹാനായ സയ്യിദ് മദനി തങ്ങള് നമ്മളൊക്കെ ഇവിടെ കൂടിയത് മഹാനവറുകളുടെ കറാമത്തും ബഹുമാനമൊക്കെ പറയാൻ നമുക്കൊക്കെ അർഹതയില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ പല വകുപ്പുകളുണ്ട്. കാരണം ഒരു വിഭാഗം ഔലിയാക്കന്മാരാണ് സ്വന്തമായി അവർക്ക് വലിയെന്ന് അവർക്കും അറിയും, അതുപോലെ തന്നെ ജനങ്ങൾക്കും അയാൾ വലിയെന്ന് അറിയും. അങ്ങനെയുള്ള ചില ഔലിയാക്കന്മാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് മഹാനായ സയ്യിദ് മദനി തങ്ങള്, അതുപോലെ തന്നെ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പറമി തങ്ങളെ പോലത്തെ വലിയ വലിയ മഹാന്മാർ. കാരണം അവരും വലിയാണെന്ന് അവർക്കറിയാം, അതുപോലെ അനുയായികൾക്കും അയാൾ വലിയെന്നറിയാം. പിന്നൊരു വിഭാഗം ഔലിയാക്കന്മാരെങ്ങനെയാണെന്നറിയോ? അവർ വലിയാണെന്ന് അറിയും, പക്ഷേ നാട്ടുകാർക്ക് അനുയായികൾക്ക് അയാൾ വലിയെന്നറിയില്ല, അനുയായികൾക്ക് അയാൾ വലിയെന്നറിയില്ല. അങ്ങനെയുള്ള ഔലിയാക്കന്മാരുണ്ട്. അത് പല ഭാഗങ്ങളിലും പല നാടുകളിലും ഇന്നും ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു വിഭാഗം ആൾക്കാരെങ്ങനെയാണ്. അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു മഹാനവറുകളടുത്ത് വന്ന് ഒരാള് പറഞ്ഞു, നിങ്ങള് ജമാഅത്തിന് വരുന്നില്ലല്ലേ, നിങ്ങൾ ജമാഅത്തിന് സാധാരണ കാണലില്ലല്ലേ? അപ്പോഴാണ് മഹാനായ അഹ്മദുൽ ബദവി തങ്ങള് അവിടുന്ന് ഒരു അടി അടിച്ചു. മഹാനവറുകൾ ഒരു ഭാഗത്തേക്ക് തെറിച്ചുപോയി. നീണ്ട ചരിത്രമാണ്. അങ്ങനെ തെറിച്ച് ആ മഹാനവറുകൾ എത്തിയ സ്ഥലം ഒരു പുഴക്കരത്താണ്. ജനങ്ങളൊന്നും അവിടെ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾ അവിടെ വന്ന് സംഭവം ഈ വ്യക്തി അയാളോട് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, ഇവിടെ കുറച്ച് സമയം നിങ്ങൾ നിൽക്കുക, ജമാഅത്തിന്റെ സമയമാകുമ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം വരും, ആ വരുന്ന സമയത്ത് അവരോട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു മഹാനവറുടെ കറാമത്തിൽ പറയുകയാണ്, മഹാനവറുകളി അതാ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഒരുപാട് ആൾക്കാരവിടെ വരുന്ന ആ കൂട്ടത്തിൽ മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടെ വരികയാണ്. അപ്പോഴാണ് ഈ മനുഷ്യനെ അറിഞ്ഞത് ഈ മഹാന് വലിയാണെന്ന്. അതിങ്ങനെ കുറെ വ്യക്തികളുണ്ട് സ്വന്തം വലിയാണെന്ന് അവർക്കറിയാം, പക്ഷേ അനുയായികളെ കൂട്ടത്തിൽ അയാള് വലിയാണെന്ന് അറിയില്ല. മുഅ്മിനീങ്ങളെ കേരളത്തിൽ ജീവിച്ചു പോയ
മഹാന്മാര ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ വന്യരായ ബഹുമാനപ്പെട്ട താജുശ്ശേരിയ പല തവണ പറഞ്ഞ ഒരു മഹാന്റെ സംഭവമാണ്. മഹാനായ പൂതി ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ. കാരണം എപ്പോഴും മഹാനവറുകൾ പാടുന്ന പാട്ടെന്താണറിയോ? പെണ്ണ് കെട്ടാൻ പൂതിയുണ്ട്, കായില്ലാത്ത വിഷമം. പെണ്ണ് കെട്ടാന് വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ കായില്ല, അതായത് പൈസയില്ല. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാന്, അയാളെ പേര് അറിയപ്പെടൽ തന്നെ പൂതി ഉപ്പാപ്പ എന്നാണ്. മുഅ്മിനീങ്ങളെ, മഹാനവറുകള് കായ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ ആഗ്രഹിക്കുന്ന പണമോ സമ്പത്തോ ഒന്നും അല്ല. മഹാനവറുകൾ മനസ്സിലാക്കണം. മഹാനായ തഅവ ഉസ്താദ് മഹാനവറുകൾ അതാ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന വലിയ ഒരു ഗ്രന്ഥമൊക്കെ ഉണ്ടാക്കി. ആ ഗ്രന്ഥത്തിന്റെ അവസാനത്തെ പദ്യമല്ലേ മുഅ്മിനീങ്ങളെ, കൊതിയുണ്ട് റബ്ബേ വാങ്ങുവാനാ വീട്. മുഅ്മിനീങ്ങളെ, എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് സ്വർഗം വാങ്ങാൻ, പക്ഷേ അതിലേക്ക് എൻ്റെ കയ്യിൽ പണമില്ല, കായില്ല എന്ന് പറഞ്ഞതുപോലെ മഹാനായ പൂതി ഉപ്പാപ്പാന്റെ ഉദ്ദേശം എന്താണ്? എനിക്കതാ സ്വർഗത്തിലുള്ള ഊറുൽ സ്ത്രീകൾ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കായില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിനുള്ള ഇബാദത്തില്ല, അതിനുള്ള അമലുകളില്ല. ഞാനിത് പറഞ്ഞു വരുന്നത് ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളെ സ്വന്തം വലിയാണെന്ന് അവർക്കറിയാം, അനുയായികൾക്ക് അയാൾ വലിയെന്നറിയില്ല. മൂന്നാമത്തെ വിഭാഗം ഔലിയാക്കന്മാരാരാണറിയോ? മുഅ്മിനീങ്ങളെ വലിയാണെന്ന് അയാൾക്കും അറിയില്ല, അതുപോലെ തന്നെ അനുയായികൾക്കും വലിയാണെന്നറിയില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ഇൽമിന്റെ സദസ്സിൽ ഏതെങ്കിലും ഒരു മജ്‌ലിസിൽ 40 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു വലിയുണ്ട്, അവരുടെ ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുണ്ട്. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു സദസ്സിൽ 40 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുണ്ടാവും. പക്ഷേ അത് ആരാണെന്ന് നമുക്കറിയില്ല. സാദാ തങ്ങളാണോ, അല്ല നിങ്ങളാണോ, അല്ല മറ്റൊരുത്തനാണോ, ആരും അറിയില്ല. അപ്പൊ സ്വന്തം ഔലിയാക്കന്മാരിൽ പല വിഭാഗം ആൾക്കാർ സ്വന്തം ഒലിയാണെന്ന് ഇവനിക്കും അറിയില്ല, അനുയായികൾക്കും അറിയില്ല. ഇങ്ങനെയുള്ള ഔലിയാക്കന്മാർ പല വിധത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ മുഅ്മിനീങ്ങളെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ പല വിധത്തിലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല, അറിയണം, അള്ളാവിന്റെ ഔലിയാക്കന്മാർ, അള്ളാവിലേക്ക് ഇലാഫത്ത് ചെയ്ത് പറഞ്ഞത്, കാലി ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാവിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോ അപ്പൊ അള്ളാഹു അല്ലാത്തവന്റെ ഔലിയാക്കന്മാരും ഇവിടെ ഉണ്ട് എന്നതിന് ഒരു കാരണമാണ്. അള്ളാവിന്റെ ഔലിയാക്കന്മാർ അല്ലാത്ത ശൈത്താനിന്റെ ഔലിയാക്കന്മാർ അല്ലേ? ശൈത്താനിന്റെ ഔലിയാക്കന്മാർ. ഉദാഹരണത്തിന് പറയാൻ, ചില ജനങ്ങൾക്ക് എന്ത് തെളിവ് അറിയോ? ഒലി എന്നതിന് തെളിവ്, വലിയ തെളിവ്, അയാളടുത്തേക്ക് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്, ആൾക്കാരിങ്ങനെ കൂടുന്നുണ്ട്, അയാൾ ഒരു ഒലിയാണെന്നുള്ള ഒരു പ്രഖ്യാപനം ചില വ്യക്തികൾ നൽകാനുണ്ട്. ആൾക്കാർ പോകുന്നത് കൊണ്ടോ ആൾക്കാർ കൂടുന്നത് കൊണ്ട് ഒലി എന്നുള്ള ഒരു പ്രഖ്യാപനം ഇല്ല. ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ അവർ തഖ്വ ഉള്ളവരാണ്. ആൾക്കാർ കൂടുന്നത് കൊണ്ട് ഒലി എന്നുള്ള ഒരു പ്രഖ്യാപനമില്ല. ആൾക്കാര് ശൈത്താന്റെ ഔലിയാക്കന്മാരടുത്തും ആള് കൂടും, ശൈത്താന്മാരുടെ അടുത്തും ഔലിയാക്കന്മാരുടെ ആള് കൂടും. ഞാൻ ഉദാഹരണത്തിന് പറയാം മുഅ്മിനീങ്ങളെ, ഈ പഞ്ചസാര എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ ഈച്ച എന്ന് പറയുന്ന ഈ സാധനം, ഇത് 2 സ്ഥലത്തും നിൽക്കും. പഞ്ചസാര ഉള്ള സ്ഥലത്ത് നിൽക്കും, തീട്ടത്തിലും നിൽക്കും.
പക്ഷെ തീട്ടത്തിൽ നിന്നത് കൊണ്ട് തീട്ടം നല്ലതെന്ന് പറയാൻ പറ്റിയില്ല. അപ്പൊ ആൾക്കാരിങ്ങനെ കൂടുന്നത് കൊണ്ട്, ആൾക്കാരിങ്ങനെ വരുന്നത് കൊണ്ട് അയാളൊരു വലിയെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. പക്ഷെ വലിയാവണമെങ്കിൽ മുഅ്മിനീങ്ങളെ തഖ്വ വേണം. പക്ഷേ ഇവര് വേഷം കൊണ്ടോ, അയാളെ കോട്ടുകൊണ്ടോ, പച്ച തട്ടം കൊണ്ടോ, അല്ല വേറേതെങ്കിലും മേഖല കൊണ്ട് വലിയെന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ള ഒരുപാട് വ്യക്തികള് ആലിമീങ്ങളെയും പണ്ഡിതന്മാരെ അംഗീകാരമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജിന്ന് പിടിച്ചുവോ, ഏതെങ്കിലും സ്ഥലത്ത് തടിക്ക് ഉപ്പാപ വന്നു എന്ന് പറഞ്ഞ് കേട്ടാൽ നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാർ, അവർക്ക് സയ്യിദ് മദനി തങ്ങളെ ഓർമ്മ അവിടെയില്ല, ഖാജ തങ്ങളെ ഓർമ്മ അവിടെയില്ല, മഹാനായ സയ്യിദ് അലവി തങ്ങളുടെ ഓർമ്മ അവർക്കില്ല. അവരെ ഓടിപ്പോകുന്നവരടുത്തേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തി പോകണ്ട. ജീവിതകാലത്ത് ഒരുപാട് കറാമത്ത് കാട്ടിയ, അൽഹംദുലില്ലാഹ് വഫാത്തിന് ശേഷം ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ജനങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആനായ ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങള്, ഞാൻ പറഞ്ഞു വരുന്നത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെണ്ണിന് പെട്ടെന്ന് ജിന്ന് പിടിച്ചെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ആൾക്കാർ കൂടാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തടിക്ക് ഉപ്പാപ വരുന്നെന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർ കൂടി. ആലിമീങ്ങളുടെ തീരുമാനം അവന് ആവശ്യമില്ല. ഞാൻ ഓർക്കുകയാണ് മുഅ്മിനീങ്ങളെ, ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോ ഒരാൾ എന്നോട് പറഞ്ഞ് അയാൾക്ക് തടിക്ക് ഉപ്പാപ വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മന്റെ ഉപ്പയാ അല്ല ബാപ്പന്റെ ഉപ്പയാ? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഉമ്മന്റെ ഉപ്പ ബാപ്പന്റെ ഉപ്പ അല്ല, ഗൗസുൽ ആളം വരുന്നത്. ഇങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ ഇരുന്ന സ്ഥലത്ത് മുത്തുപേട്ട ഉപ്പാപ്പ വരാ, ഖാജാ തങ്ങള് വരാ, അതുപോലെ തന്നെ പല ഔലിയാക്കന്മാർ തടിക്ക് വരാം. ഈ വിവരം കേട്ടപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ പിന്നിൽ ഓടാ. മുഅ്മിനീങ്ങൾ ആ സമയത്താണ് നമ്മളൊക്കെ മറന്നു പോകുന്നത് സയ്യിദ് മദനി തങ്ങളെ, ഖാജാ തങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും തെളിവല്ല. അതിന്റെ പിന്നിൽ പോയി ഈമാനെ നഷ്ടപ്പെടുത്തണ്ട. മഹാന്മാരായ ആലിമീങ്ങള്, ആരിഫീങ്ങള്, സ്വാലിഹീങ്ങള് അംഗീകാരം നൽകിയ എവിടെങ്കിലും വ്യക്തികളുണ്ടോ അവരെ ബഹുമാനിക്കുന്നതിനും അവരെ പിന്നിൽ പോകുന്നതിന് പ്രശ്നമില്ല. പെട്ടെന്ന് എവിടെങ്കിലും ഒരു ജിന്ന് പിടിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഓടിപ്പോയി കാരണമില്ല. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അതിന് ചില വ്യക്തികൾ തെളിവ് പറയാനുള്ളത്, നമ്മൾ അയാളടുത്ത് പോയതുകൊണ്ട് അയാള് നമുക്ക് ഭജന ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ടില്ല, അല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. അയാളെ നമ്മളോട് കുത്തുബിയത്തെടുക്കാനാണ് പറഞ്ഞത്, അയാളെ നമ്മളോട് ഖുർആൻ ഓതാനാണ് പറഞ്ഞത്, അയാളെ നമ്മളോട് പല കാര്യങ്ങളും നൽപ്രവർത്തനമാണ് ചെയ്യാൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ ഖുർആൻ ഓതാൻ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ബദർ മൗലൂദ് ഓതാൻ പറഞ്ഞതുകൊണ്ട് അയാള് വലിയാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ലഅനത്താകപ്പെട്ട ഇബ്ലീസ്, ഇബ്ലീസിനെ അറിയാത്ത ബദർ മൗലൂദില്ല, ഇബ്ലീസിനെ അറിയാത്ത ഖുർആനില്ല, ഇബ്ലീസിനെ അറിയാത്ത ചരിത്രങ്ങളില്ല. കണ്ടില്ലേ, ഒരു സ്വത്ത് കാക്കാൻ വേണ്ടി സ്വഹാബത്തിനങ്ങ് നിർത്തിയപ്പോ ആ സ്വത്തങ്ങ് കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരാള് വരികയാണ്. ആ സാധനം അങ്ങ് കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് ഈ സ്വഹാബി ആ വ്യക്തിനെ പിടിച്ചു വെച്ചുകൊണ്ട് പറയുന്നു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹ്, ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് കൊണ്ടുപോകാം, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ഞങ്ങൾ കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് തന്ത്രങ്ങളെ പറഞ്ഞു വഴിഞ്ഞു മാറി. രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണ ഇവൻ കക്കാൻ വന്ന സമയത്ത് ആ സ്വഹാബി അവിടുന്ന് പറയുന്നു, ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല, ഇന്ന് നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ആ വന്ന വ്യക്തി കള്ളൻ അവിടെ
അവിടുന്ന് ഒരു ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്വഹാബിയേ, നിങ്ങളെ സ്വത്ത് കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ രാത്രി സമയത്ത് ആയത്തുൽ കുർസി ഓതി ഉറങ്ങണം, കിടക്കണം. സുബ്ഹാനല്ലാഹ്, ഇയാൾ എനിക്കൊരു ഇൽമു പറഞ്ഞു തന്നു എന്ന നിലക്ക് ഒഴിഞ്ഞു മാറി. അവസാനം പിറ്റേന്ന് ദിവസം ഇലാ ഹദറത്തി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർബാറിൽ അങ്ങ് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സംഭവം പറഞ്ഞപ്പോ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, യാ സ്വഹാബി, പറഞ്ഞ കാര്യം സത്യമാണെങ്കിലും ആ പറഞ്ഞ വ്യക്തി ലഅനത്താകപ്പെട്ട ഇബ്ലീസാണ്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, എന്റെ മുഅ്മിനീങ്ങളെ, എവിടെങ്കിലും ഒരാള് നമുക്ക് ആയത്തുൽ കുർസി ഓതിത്തരുന്നത് കൊണ്ട്, കുതുബിയത്ത് എടുക്കാൻ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അതാ ബദ്ർ മൂലൂദ് ഓതാൻ പറഞ്ഞതുകൊണ്ട് അയാള് വലിയാണ്, അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നുള്ള ഒരു പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ എന്താണറിയോ, ആ വ്യക്തികളെ സംബന്ധിച്ച് നമ്മളെ ആലിമീങ്ങള്, നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് അയാളെ പറ്റി എന്താണ് പറയുന്നത്, അതിന്റെ പിന്നിൽ നമുക്ക് അംഗീകാരം നൽകണം. മുഅ്മിനീങ്ങളെ, അങ്ങനെയല്ലേ അതിന്റെ പിന്നിലല്ലേ നമ്മൾ നീങ്ങുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ കൂറത്തങ്ങള്, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. വന്യരായ കൂറത്തങ്ങളെ സംബന്ധിച്ച് അവിടത്തെ ബാപ്പയായ താജുൽ ഉലമ പോലും കൂറത്തങ്ങളെ സംബന്ധിച്ച് ഗൗരവം പറഞ്ഞില്ലേ. ആരാണ്, വ്യക്തിയാണെന്ന് നമുക്ക് പല സ്ഥലത്തും പരിചയപ്പെടുത്തി തന്നില്ലേ. മുഅ്മിനീങ്ങളെ, അങ്ങനെ പരിചയപ്പെടുത്തി തന്നതിന്റെ പേരിൽ ജീവിതകാലത്ത് കൂറത്തങ്ങളെ കാണാനും അവിടത്തെ ബർക്കത്തെടുക്കാനും ജനങ്ങൾ ഒഴുകില്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ജൂൺ മാസത്തിൽ അതാ മഹാനവറുകളുടെ ഉറൂസ് നടത്താനുണ്ട്. മരണപ്പെട്ട് 1 വർഷമായി. ഇങ്ങനെ ഉറൂസ് നടത്തലുണ്ടോ എന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട്, സംശയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കിവിടെ സംശയിക്കാനില്ല. കാരണം നമ്മുടെ ആലിമീങ്ങള്, മഹാനായ സുൽത്താനുൽ ഉലമ അടക്കം നമുക്ക് പ്രഖ്യാപിച്ചു തന്നത് ധാരാളം മതിയല്ലോ. ഞാനിത് പറഞ്ഞു വരുന്നത്, ഒരാളെ പറ്റി നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം അത് മുഅ്മിനീങ്ങളെ ജാഹിലീങ്ങളെ ഭാഗത്തിൽ നിന്നോ ഒരു വിവരമില്ലാത്തവന്റെ ഭാഗത്തിൽ നിന്നുള്ള അംഗീകാരമല്ല വേണ്ടത്. ഒരു വ്യക്തി നല്ലതാണെന്നുള്ള തെളിവ് ആലിമീങ്ങൾ അയാളെ പറ്റി എന്താണ് പറയുന്നത്, പണ്ഡിതന്മാർ അയാളെ പറ്റി എന്താണ് പറയുന്നത്, പിന്നെ നമുക്ക് ചർച്ചയില്ല, പിന്നെ ആ കാര്യത്തിൽ സംശയമില്ല. അത് അല്ലാതെ ഒരു ആലിമീങ്ങളെ അംഗീകാരമില്ലാതെ എവിടെങ്കിലും കുറച്ച് ജനങ്ങള് പോകുന്നുണ്ട്, പെണ്ണുങ്ങള് പോകുന്നുണ്ട് എന്ന നിലക്ക് നീ പോയി നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്തണ്ട. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞെങ്കിൽ അവർ തഖ്വ ഉള്ളവരാണ്. മുഅ്മിനീങ്ങളെ വേഷം കെട്ടിയത് കൊണ്ടോ, കുറെ നീളത്താടി വെച്ചത് കൊണ്ടോ, അല്ല പച്ചത്തട്ടം ഇട്ടത് കൊണ്ടോ വലിയ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കല്ല. നിങ്ങൾക്കറിയണോ, മഹാനായ സയ്യിദിനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാനവറുകള് അതാ ഒരു പള്ളിയിലേക്ക് പോയി ചെറുപ്പ് ധരിക്കുന്ന സമയത്ത് മറന്നുകൊണ്ട് എടുത്തേക്കാളങ്ങ് ധരിച്ചു പോയി. അല്ലാ, അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, നളർതു ഇലാ റബ്ബി ഇയാനം ഫഖാല ലീ. മുഅ്മിനീങ്ങളെ, അത്ര വലിയ പദവിയിലുള്ള മഹാനവറുകള് രാത്രി കിടന്നുറങ്ങുമ്പോ
അവിടുന്ന് മഹാനവറുകൾക്ക് അതാ ഒരു ശബ്ദമാ, യാ സുഫിയാൻ അന്ത കസ്സൗരി, സുഫിയാനെ നീ കാളനെ പോലെയാണ്, നീ പോത്തിനെ പോലെയാണ്. എന്തിനാണ് മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ ഒരു ചെറിയ സുന്നത്തങ്ങ് ഒഴിവാക്കുമ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, നീ കാളനെ പോലെയാണ്, നീ അതാ പോത്തിനെ പോലെയാണ്. നേരെ മുറിച്ച് പോത്തിന്റെ കച്ചവടം ചെയ്തത് കൊണ്ടല്ല സൗരി എന്ന് പറഞ്ഞത്, അല്ല പശു കച്ചവടം ചെയ്യുന്നതിന്റെ പേരിലല്ല മൂപ്പർക്ക് ആ പേര് കിട്ടിയത്. ഒരു സുന്നത്തങ്ങ് ഒഴിവാക്കുമ്പോ അവിടെന്ന് പറഞ്ഞത് നീ പോത്തിനെ പോലെയാണ്. തീർന്നില്ല, ഇനി നീ ഈ ഒരു പതിവ് നിന്റെ ജീവിതത്തിൽ നീ ആദത്താക്കിയാൽ നിന്റെ സ്ഥാനത്തിന് ഞാൻ ഊരിക്കളയും കേട്ടോ. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, നമ്മൾ ആരടുത്തേക്കാണ് പോകുന്നത്? നമ്മൾ എവിടത്തേക്കാണ് ഓടുന്നത്? നിങ്ങൾക്ക് കണ്ടില്ലേ, മഹാനായ സയ്യിദുനാ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് വിവരം കിട്ടി, ഒരു നാട്ടിൽ ഒരു മഹാനുണ്ട്, ഒരു വലിയുണ്ട് എന്നുള്ള വിവരം കേട്ടപ്പോ ആ മഹാനെ കാണാൻ വേണ്ടി പോവുകയാണ്, കാണാൻ വേണ്ടി സന്ദർശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു സുന്നത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം കണ്ടുപോയി. എന്താണറിയോ? കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നത് അത് ശരിയല്ല, കറാത്താണ്. മഹാനായ യസീദുൽ ബസ്താമി തങ്ങൾക്ക് ഈ വ്യക്തി കിബിലയുടെ ഭാഗത്ത് തുപ്പുന്ന രംഗം കണ്ടപ്പോ മഹാനവറുകൾ അവിടെ തീരുമാനം എടുക്കുകയാണ്, എനിക്കിയാളുടെ പൊരുത്തം വേണ്ട, എനിക്കിയാളുടെ പൊരുത്തം വേണ്ട എന്നിന്റെ പേരിലാണ്, ഒരു സുന്നത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ ഇങ്ങനെ ഒന്നല്ല 100 കണക്കിൽ സംഭവമുണ്ട്. നിങ്ങളെ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ ചില വ്യക്തികൾക്ക് അയാൾ തഖ്വ ഉള്ള ആളാകണമെന്നില്ല, അയാൾ വലിയ കാര്യമായ ഇബാദത്തിന്റെ ആളാകണമെന്നില്ല, അയാൾ ഖുർആൻ ഓതുന്ന ആളാകണമെന്നില്ല. പക്ഷേ എന്റെ കാര്യമൊന്നു നേടി കിട്ടിയാലും വലുത് അല്ലാഹ് ആരായാലും ഇതിന്റെ പിന്നിൽ ഓടുന്ന മുഅ്മിനീങ്ങളെ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പോകല്ല. മഹാനായ സയ്യിദുനാ ബുഖാരി ഇമാം തങ്ങൾ മഹാനവറുകൾ ഓരോരോ ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ ആ ഹദീസ് പറഞ്ഞ വ്യക്തികളെ മാത്രമല്ല, അതിന്റെ കാരണം ഇന്ന് മുഅ്മിനീങ്ങളെ ഖുർആന് കഴിച്ചാൽ എല്ലാവരും ബിദ്അത്തിന്റെ അഹ്ലിക്കാര് പോലും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാനായ ബുഖാരി ഇമാം തങ്ങളെ ഗ്രന്ഥം. ഹദീസ് ബുഖാരിയിലുണ്ടാ എന്ന് പറയുന്നതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ബിദ്അത്തിന്റെ ആൾക്കാർ പോലും. ആ മഹാനായ ബുഖാരി ഇമാം തങ്ങള് ഒരു ഹദീസ് ക്രോഡീകരിക്കണമെങ്കിൽ എന്താണ് മൂപ്പർ മനസ്സിലാക്കുന്നത്? ഹദീസിൽ ഉള്ള ആളെ മാത്രം പറ്റി ചിന്തിച്ചാ പോരാ, അയാളെ ബാപ്പ എങ്ങനെയാണ്, അയാളെ ബാപ്പ എങ്ങനെയാണ്, അയാളെ ബാപ്പ എങ്ങനെയാണ്, ഇങ്ങനെയില്ല ഹളറത്തി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹളറത്തിലേക്ക് എത്തുന്നതുവരെ പരിശോധന നടത്തി പിന്നെയാണ് മഹാനവറുകൾ ഒരു ഹദീസ് അവിടത്തെ കിതാബിൽ ക്രോഡീകരിക്കല്. മഹാനായ ബുഖാരി ഇമാം തങ്ങൾക്ക് വിവരം കിട്ടി, ഒരു നാട്ടിൽ ഒരാളുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്ന് സ്വന്തം കിതാബിലെന്ന് ക്രോഡീകരിക്കാൻ വേണ്ടി ആ നാട്ടിലേക്ക് മഹാനായ ബുഖാരി ഇമാം തങ്ങൾ യാത്ര ചെയ്യുന്നു. ബുഖാരി ഇമാം തങ്ങൾ യാത്ര ചെയ്യുന്ന ആ സന്തോഷം കണ്ട് ആ നാട്ടിൽ ഹദീസുള്ള പണ്ഡിതനില്ലേ, ആ വ്യക്തിയില്ലേ, മഹാനവറുകളെ സൽക്കരിക്കാൻ, വിരുന്ന് ചെയ്യാൻ, ആട് അറുക്കാനുള്ള ഒരുക്കമാണ്. മഹാനായ ബുഖാരി ഇമാം തങ്ങളെ നമ്മളെ നാട്ടിലേക്ക് വരുന്നു.
എന്ന നിലക്കുള്ള സന്തോഷം കൊണ്ട് ഈ മനുഷ്യന് ഒരു ആടർത്ത് വിരുന്ന് ചെയ്യാനുള്ള പദ്ധതിയിലാണ്. പക്ഷേ ആടിനെ മൂപ്പറ് കൈമാടി വിളിച്ചു, ആട് വന്നില്ല. അപ്പോഴാണ് മൂപ്പർ എന്തു ചെയ്തതറിയോ? എന്തോ ഒരു ആടിന് കൊടുക്കാനുണ്ട് എന്ന നിലക്ക് കാണിച്ചുകൊണ്ട് ആടിനെ വിളിച്ച് ആടിനെ പിടിക്കുമ്പോൾ ബുഖാരി ഇമാം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങളെ ഹദീസ് എനിക്ക് വേണ്ട, അത് എന്റെ കിതാബിൽ രേഖപ്പെടുത്തേണ്ട ഹദീസല്ല. കാരണം എന്തേ? നിങ്ങൾ ഒരു ആടിനെ വഞ്ചിച്ചല്ലോ. എന്തോ ഒന്ന് തിന്നാൻ കൊടുക്കുന്ന രൂപത്തിൽ ആടിന് കാണിച്ചപ്പോൾ ആട് നിങ്ങളടുത്തേക്ക് വന്നു. അതുകൊണ്ട് നിങ്ങളെ ഹദീസ് എനിക്ക് പറ്റിയില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് മുഅ്മിനീങ്ങളെ, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞെങ്കിൽ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്തവരല്ല, ഒരു കറാഹത്ത് ചെയ്തവരല്ല. അവരുടെ ജീവിതം തന്നെ വല്ലാത്ത സൂക്ഷ്മതമുള്ള ജീവിതമാണ്. ആ നിലക്ക് ജീവിച്ച മഹാന്മാരാണ് മഹാനായ സയ്യിദ് മദനി തങ്ങള്, അതുപോലെ തന്നെ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മംബറമി തങ്ങള്, അതുപോലെ തന്നെ മഹാനായ താജുൽ ഉലമ അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ മുഅ്മിനീങ്ങളെ അവർ ആ നിലക്കാണ് ഇവിടെ ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ഈമാന് നഷ്ടപ്പെടുത്തി പോകണ്ട. കാരണം അംഗീകാരം എന്ന് പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കണം, ഖൽബിന്റെ അടിത്തട്ടിൽ മുഹബ്ബത്ത് വെക്കണം. ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്റെ നേതാവ് റസൂലുള്ളാഹി തങ്ങള് എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് കിടന്നത്, എങ്ങനെയാണ് സംസാരിച്ചത്, എല്ലാം ചിന്തിച്ച് ജീവിക്കുന്നവരാണ് തഖ്വ ഉള്ളവര് മുഅ്മിനീങ്ങളെ. അവർ പൈസന്റെ പിന്നിലോ പണത്തിന്റെ പിന്നിലോ ദുനിയാവിന്റെ പിന്നിൽ അവർ പോകുന്നവരല്ല. അവരുടെ ചിന്ത ആഖിറത്തിന്റെ ചിന്തയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. മഹാനായ താജുൽ ഉലമ, മഹാനായ ശംസുൽ ഉലമ അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവർ ജീവിക്കുന്ന കാലത്ത് സുബ്ഹാനല്ലാഹ് എത്ര തവണമാണ് അവർ കരഞ്ഞത്, എത്ര തവണമാണ് അവർ നിലവിളിച്ച് കരഞ്ഞത്. എന്നിന്റെ പേരിലാണറിയോ? അനുയായികൾ ഇല്ലാത്തതിന്റെ പേരിലല്ല. അല്ല മുഅ്മിനീങ്ങളെ, വ്യവസ്ഥകൾ കുറഞ്ഞതിന്റെ പേരിലല്ല. മുഅ്മിനീങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ വന്യരായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പൂറ തങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മാനവറുകളെ ഞാൻ കാണാൻ പോയി. സുബ്ഹാനല്ലാഹ്, മഗ്രിബ് സമയമാണ്. അപ്പോഴാണ് വന്യരായ കൂറത്തങ്ങൾ എന്നോട് പറഞ്ഞത്, ഇനി വാപ്പദാ മഗ്രിബ് നിസ്കാരത്തിലെത്തിയാൽ കുറെ ഔറാദുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാൻ പറ്റുന്നത്. കുറച്ച സമയം കഴിഞ്ഞ് നമുക്ക് റൂമിലേക്ക് പോകാം. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രായം എത്രയായി, നമുക്ക് എത്ര വർഷമായി, നമ്മൾ ഇന്നും ദുനിയാവിന്റെ പിന്നിലല്ലേ, നമുക്ക് ദുനിയാവിന്റെ ടെൻഷനല്ലേ, നമുക്ക് കച്ചവടത്തിന്റെ ടെൻഷനല്ലേ. അല്പസമയം അങ്ങ് കഴിയുമ്പോൾ വന്യരായ താജുൽ ഉലമാന്റെ റൂം അങ്ങ് എനിക്കതാ ചെറിയ നിലക്കങ്ങ് തുറന്നു കാണിക്കുമ്പോ മുഅ്മിനീങ്ങളെ, എന്റെ കൽബങ്ങ് പൊട്ടിപ്പോയി. മഹാനായ താജുൽ ഉലമ ചെറിയ കുഞ്ഞി കരയും പോലെ കരയുന്ന രംഗങ്ങള് മുന്നിൽ പരിശുദ്ധ ഖുർആനാ. മുഅ്മിനീങ്ങളെ, എന്തിനാണ് അവർ കരഞ്ഞത്? അനുയായികളില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, വ്യവസ്ഥകളില്ലാത്തത് കൊണ്ടല്ല. യജമാനനായ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ ഒന്ന്
രക്ഷപ്പെടണമെന്നുള്ള ഒരു ചിന്ത കൊണ്ടല്ലേ നമ്മൾ എത്രയാണ് കരഞ്ഞത്. എന്റെ യുവാക്കളെ, ചെറുപ്പക്കാരെ, നമ്മളെ ജീവിതത്തിൽ ചെറിയ മക്കളാകുന്ന സമയത്ത് ഉമ്മാന്റെ തുണിന്റെ മുന്നിൽ പിടിച്ച് കരഞ്ഞ മക്കളല്ലേ, ബാപ്പാന്റെ തുണിന്റെ മുന്നിൽ പിടിച്ച് കരഞ്ഞ മക്കളല്ലേ. യാ അല്ലാഹ്, നമുക്കതാ 10, 40, 45, 50, 60, 70 പ്രായമായി അല്ലാഹുവിനെ ഓർത്തു കരയാനുള്ള ഒരു സമയം നമ്മളെ ജീവിതത്തിൽ എത്തിയിട്ടുണ്ടോ? മോനെ, ഇനി നീ കരഞ്ഞില്ലെങ്കിൽ ഇനി നിന്നെ കരയിപ്പിക്കാൻ അല്ലാഹുവിന് ഇവിടെ സമയങ്ങള് വേണ്ട, അവസരങ്ങള് കുറെ കാലം വേണ്ട. മുഅ്മിനീങ്ങളെ, നിന്നെയും എന്നെയും കരയിപ്പിക്കാൻ അല്ലാഹുവിന് ഇവിടെ ഭൂമി കുലുക്കം തരണമെന്നില്ല. പടച്ചവനേ, സുനാമി തരണമെന്നില്ല. എന്നെയും നിങ്ങളെയും കരയിപ്പിക്കാൻ ഒരു ചെറിയ എറുമ്പ് മതിയല്ലോ. ആ എറുമങ്ങ് നമ്മളെ ചെവിയിലേക്ക് അങ്ങ് കടന്നുപോയാൽ നീ എത്ര വലിയ ബമ്പനായാലും നീ കരഞ്ഞില്ലേ? നിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ലേ? മിനിങ്ങളെ, നമ്മൾ ഈ പാതിരാത്രി ഈ മഹാന്റെ ദർബാറിൽ വന്ന് ഇവിടെ നമ്മൾ കൂടുന്നതും ആ ഉറൂസിനൊന്ന് ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട രഹസ്യം തന്നെ ആ മഹാനവറുകൾ ഈ സ്ഥാനത്തെത്താനും അവരുടെ കാലിന്റെ അടിയിൽ പോയി നമ്മൾ നിലവിളിച്ച് കരയാനുള്ള ഈ ഒരു അവസരം കിട്ടിയത് അവരെ ജീവിതകാലം അല്ലാഹുവിനെ ഓർത്ത് നിലവിളിച്ച് കരഞ്ഞി ഇബാദത്തെടുത്ത് വഫാത്തായവരാണ്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പറയുന്നത്, നമ്മളതാ ദിവസത്തിൽ ഒരു തവണമെങ്കിലും നമ്മുടെ യജമാനനായ റബ്ബിനെ ഓർത്ത് കരയണം. അല്ലാഹ് നമുക്ക് ചെയ്ത നിഅമത്ത് എന്ത്, അല്ലാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്ത്. ചെറിയ അനുഗ്രഹമല്ലല്ലോ മുഅ്മിനീങ്ങളെ. നിനക്ക് ചിലപ്പോ ബിൽഡിംഗ് തന്നിട്ടുണ്ടാകും, നിനക്ക് കാറ് തന്നിട്ടുണ്ടാകും. അതൊക്കെ നിന്റെ അനുഗ്രഹത്തിനേക്കാൾ വലിയത് നീ മനസ്സിലാക്കണം. നിന്റെ വയറ്റിൽ ഒരു ടാങ്കിയില്ലേ, ഭക്ഷണങ്ങള് പോയി സ്റ്റോക്ക് ചെയ്യുന്ന ടാങ്കി, അതിന്റെ വില നിനക്കറിയോ? അതിന്റെ വില എത്രയാണെന്ന് നിനക്കറിയോ? എന്റെ മുഅ്മിനീങ്ങളെ, ഏതുവരെയാണറിയോ? ഒരു 2 കോടി 3 കോടിയുടെ കാർ എടുത്ത് ആ കാർ ഓടണമെങ്കിൽ ഒന്നിരിക്കലോ പെട്രോള് വേണം, അല്ലെങ്കിൽ ഡീസല് വേണം. പക്ഷേ നീ പെട്രോൾ പമ്പിൽ പോയി അതിനതാ ഡീസല് വീത്തേണ്ട സ്ഥലത്ത് പെട്രോൾ അങ്ങ് ഒഴിച്ചാൽ നിന്റെ 3 കോടിക്ക് വിലയില്ല, നിന്റെ കാറിന് വിലയില്ല, നിന്റെ കാർ അവിടെ നിന്ന് അനങ്ങുന്നില്ല. പ്രശ്നം എന്താണറിയോ? ഡീസല് വീത്തേണ്ട സ്ഥലത്ത് പെട്രോൾ വീത്തിപ്പോയി. എങ്കിലും മോനെ, ഇന്ന് പ്രഭാത സമയം മുതൽ എന്റെ വയറ്റിലുള്ള ടാങ്കിയിലേക്ക് പോയത് ഒരു നിലക്കുള്ള വെള്ളമല്ല. കട്ടൻ ചായം കുടിച്ചവരില്ലേ, പെപ്സി കുടിച്ചവരില്ലേ, സർബത്ത് കുടിച്ചവരില്ലേ, ജ്യൂസ് കുടിച്ചവരില്ലേ, പല തരത്തിലുള്ള ഭക്ഷണങ്ങള് നിന്റെ വയറ്റിലുള്ള ടാങ്കിലേക്ക് അങ്ങ് പോകുമ്പോൾ നിനക്ക് ഒരു ചേഞ്ചസ് ഇല്ല, നിനക്കൊരു മാറ്റമില്ല, നിനക്കൊരു അനക്കമില്ല. കാരണം എന്തുകൊണ്ട് മുഅ്മിനീങ്ങളെ? അത് യജമാനനായ റബ്ബുണ്ടാക്കിയ ടാങ്കിയാണ്. അങ്ങനെ അല്ലാഹു ഒരുപാട് നിഅമത്ത് നമുക്ക് നൽകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ആ റബ്ബിനെ പറ്റി അങ്ങ് ഓർക്കണം. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ അൽഫി റകഅ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ഒരു സാഅത്ത് അല്ലാഹുവിനെ ചിന്തിക്കുക, അല്ലാഹുവിനെ പറ്റി ഓർക്കുക എന്നുള്ളത് ഖൈറും മിൻ അൽഫി റകഅ,
1000 റക്അത്തിനേക്കാൾ പ്രതിഫലമാണ്. എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? കാരണം ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ സിയാറത്തിന് പോകുന്ന മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ ഇവിടെ ജീവിച്ചത് അങ്ങനെയല്ലേ? അവരെ ചിന്തകൾ അല്ലാഹുവിനെ പറ്റിയല്ലേ? അതുകൊണ്ടാണ് നമുക്ക് അല്ലാഹു ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങള്, ഒരുപാട് നിഅമത്തുകള്, ആ നിഅമത്തിനെ ഓർത്ത് ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് കണ്ടെത്തണം. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എന്തെല്ലാം അനുഗ്രഹമാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ മറന്നു കളയുന്നു. ഇതെല്ലാം നമ്മൾ മറന്നു കളയുന്നു. നമുക്കൊരു ചെറിയ തലവേദന തുടങ്ങിയാൽ, ചെറിയ പല്ലുവേദന തുടങ്ങിയാൽ, ചെറിയ വയറുവേദന തുടങ്ങിയാൽ, സുബ്ഹാനല്ലാഹ്, നമ്മൾ പറഞ്ഞില്ലേ എന്തിനാണ് എന്നെ അല്ലാഹ് ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ പല്ലുവേദന, എന്റെ വയറുവേദന, എന്റെ തലവേദന എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് നിലവിളിച്ച് കരയുന്നു. പക്ഷേ അല്ലാഹു തന്ന നിഅമത്തിനെ നമ്മൾ മറന്നു കളയുന്നു, നിഖ്മത്തിനെ നമ്മൾ ഓർക്കുന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നിനക്കൊരു അരമണിക്കൂർ പല്ലുവേദന തരുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ടത് എന്താണറിയോ? സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല എനിക്ക് ഇതുവരെ പല്ലുവേദന തരാതെ അല്ലാഹ് ആഫിയത്ത് തന്നില്ലേ? അല്ലാഹ് എനിക്ക് പല നിലക്കുള്ള നിഅമത്തുകൾ തന്നില്ലേ? ഈ നിലക്ക് ചിന്തിച്ചുകൊണ്ട് നിഖ്മത്തിനെ മറന്നു കളയണം. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മളെ നിഅമത്തിനെ മറന്നു കളയുന്നു, നിഖ്മത്തിനെയാണ് നമ്മൾ ഓർക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാം അവർക്ക് അല്ലാഹു തആല രോഗം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, രോഗം അങ്ങ് കാഠിന്യമായി. അല്ലാഹനെ ഓർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തിയപ്പോൾ മാനവർകൾ അതാ അല്ലാഹനോട് പറഞ്ഞത്, റബ്ബി ഇന്നി മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹനോട് പറയുകയാണ്, ബുദ്ധിമുട്ട് എന്നെ തൊട്ടിട്ടുണ്ട്, നീയെങ്കിലും വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണ്. ആ നിനക്കുള്ള രോഗം ബാധിച്ചപ്പോലും അയ്യൂബ് നബി എന്റെ രോഗം ശിഫയാക്കണമെന്ന് പറഞ്ഞില്ല. കാരണം അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് ഓർത്തത്, എനിക്ക് എത്രയോ വർഷം ആഫിയത്ത് തന്ന അല്ലാഹ്, എനിക്ക് എത്രയോ വർഷം ആരോഗ്യം തന്ന അല്ലാഹ്, ആ അല്ലാഹനെ ഞാൻ ഓർക്കുന്നല്ലാതെ എനിക്ക് അല്പസമയം അങ്ങ് രോഗം തന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് റബ്ബിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ ദുആരിക്കുക? അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, റബ്ബി ഇന്നി മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. ബുദ്ധിമുട്ട് എന്നെ തൊട്ടിട്ടുണ്ട്, നീയെങ്കിലും വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രകൃതിപരമായി നമുക്കതാ ചെറിയ ചെറിയ വിഷമങ്ങള്, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പേരിൽ നമ്മൾ ക്ഷമിക്കണം. ആ ക്ഷമ തന്നെ ആദ്യഘട്ടത്തിലായുള്ള ക്ഷമയാകണം. പറയുന്നതൊക്കെ പറഞ്ഞ് ചെയ്യുന്നതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയാ, ഞാൻ അല്ലാഹുവിന്റെ മേൽ ക്ഷമിക്കുകയാണ്, കൂലി കിട്ടൂല. അസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ. ക്ഷമ എന്ന് പറഞ്ഞെങ്കിൽ അത് ആദ്യഘട്ടത്തിലുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. 11:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി ദ്വാരനോടുകൂടി നമുക്ക് തീർക്കാം. കുറെ ദിവസങ്ങളുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ വലിയ ഒരു സന്തോഷമുണ്ട്. മഹാനായ താജുൽ ഉലമയുടെ ജീവിതകാലത്ത് ആ നടന്ന ഉറൂസിന്റെ ഒരു ഭാഗം അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇവിടുത്തെ നമ്മുടെ ദർഗാ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യം അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ അവരുടെ മാർഗദർശനത്തോടെ
നടത്തുന്ന ഉറൂസാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഉയർച്ച ഈ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മുഅ്മിനീങ്ങളെ, നമ്മളെ ക്ഷമ അത് ആദ്യഘട്ടത്തിലുള്ള ക്ഷമയാകണം. അവസാനം പള്ളിയിൽ പണ്ടൊരുത്തോ പള്ളിക്ക് പോകുമ്പോ ചെറുപ്പിട്ട് പുതിയൊരു ചെറുപ്പ് വാങ്ങിപ്പോയി. ചെറുപ്പ് വാങ്ങിയിട്ട് പള്ളിയിലേക്ക് അങ്ങ് പോയപ്പോ രണ്ടാമത് പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോ ചെറുപ്പില്ല. ചെറുപ്പ് കാണാതപ്പോ സുബ്ഹാനല്ലാഹ് ഓന് എല്ലാം പറഞ്ഞ് അതിരമോണ് ഇതിരമോണ് അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ചെറുപ്പ് ലാസ്റ്റ് കിട്ടിയേ ഇല്ല. കിട്ടാത്തപ്പോ ചെല്ലിയതെന്താ അറിയോ, ഞാൻ ക്ഷമിച്ച്. അതിന് പ്രതിഫലം ഇല്ല, അതിന് പ്രതിഫലം സദമത്തിലൂല. ഏത് ആദ്യഘട്ടത്തിലുള്ള ക്ഷമയാണ് പ്രതിഫലമുള്ള ക്ഷമ. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു വഴിയിലിങ്ങ് നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയുടെ ഉമ്മ ഖബറിന്റെ ഭാഗത്ത് നിലവിളിച്ചിങ്ങനെ കരയുന്ന രംഗമങ്ങ് കാണുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മറുപടി, നിങ്ങളെ മകനല്ലല്ലോ മരണപ്പെട്ടത്, എന്റെ മകനാണല്ലോ മരിച്ചത്, അതിന്റെ സങ്കടം എനിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. അല്പസമയം അങ്ങ് കഴിയുമ്പോൾ ഈ പെണ്ണിന് മനസ്സിലായി അത് സാധാരണ വ്യക്തിയല്ല, എനിക്ക് ഉപദേശിച്ച ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ പെണ്ണിന് ഇലാ ഹളറത്തി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് കണ്ടില്ലേ, അസ്സബ്റു ഇന്ന സദമത്തിൽ ഉലാ, ആദ്യഘട്ടത്തിലുള്ള ക്ഷമയാണ് പ്രതിഫലം. നമ്മളെ ഉമ്മ പെങ്ങന്മാർ സുബ്ഹാനല്ലാഹ് ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി, ചെറിയ ചെറിയ കാരണത്തിന് വേണ്ടി ഞാൻ ജീവെടുക്കുന്നുണ്ട്, ഞാൻ ആത്മഹത്യം ചെയ്യുന്നുണ്ട്, ഞാൻ കിണറിലേക്ക് തുള്ളുന്നുണ്ട്, ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയുന്ന ഉമ്മമാരെ, നമ്മളെ ഈമാനെ നഷ്ടപ്പെടുത്തി പോകല്ല. അള്ളാഹു നമുക്ക് ചില വിഷമങ്ങൾ തരുമ്പോൾ, ചില പ്രയാസങ്ങൾ തരുമ്പോൾ അതിന്റെ പേരിൽ നമ്മൾ ക്ഷമിക്കണം, ക്ഷമ ഉള്ളവരാകണം. അല്ലാഹു തആല നമ്മളൊക്കെ യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. ഞങ്ങൾക്ക് അല്പസമയം ദുആ ഈ മഹാന്റെ ദർബാറിൽ നമുക്ക് പിരിയാം.